പ്രിയമുള്ളവരെ, ഈ ഓഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കോൺസെക്രേഷൻ ടു ദ ഹോളി ഗാർഡിയൻ ഏഞ്ചൽ, അതായത് പരിശുദ്ധ കാവൽമാലാഖയോടുള്ള പ്രതിഷ്ഠ അല്ലെങ്കിൽ സമർപ്പണം അല്ലെങ്കിൽ അടിമ വെപ്പ് എന്നതാണ്. ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 91 സങ്കീർത്തനം 10:11 ഇപ്രകാരം വായിക്കുന്നു: നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. കോൺസെക്രേഷൻ എന്ന ഇംഗ്ലീഷ് പദം മലയാളത്തിൽ വിവർത്തനം ചെയ്യുമ്പോൾ പ്രതിഷ്ഠ, സമർപ്പണം, അടിമവെപ്പ് എന്നൊക്കെയാണ് സാധാരണയായി കാണുവാൻ കഴിയുക. കോൺസെക്രേഷൻ ചെയ്യുന്നത് വ്യക്തികളെ, വസ്തുക്കളെ, സാധനങ്ങളെയാണ്. ഉദാഹരണത്തിന് കോൺസെക്രേറ്റഡ് പേഴ്സൺസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണയായി വൈദികരെ, സമർപ്പിതരെയാണ് സൂചിപ്പിക്കുക. കാരണം അവർ ദൈവത്തിനായി തങ്ങളെ തന്നെ പൂർണ്ണമായി വ്രതവാഗ്ദാനങ്ങളിലൂടെ, ഇവാഞ്ചലിക്കൽ കൗൺസിൽസ്, അതായത് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നിവയിലൂടെ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. കോൺസെക്രേറ്റഡ് പ്ലേസ്, ഉദാഹരണത്തിന് ചർച്ച്, ദേവാലയം. കോൺസെക്രേറ്റഡ് തിങ്സ്, സാധനങ്ങൾ, കാസ, പിലാസ തുടങ്ങിയ വിശുദ്ധ വസ്തുക്കൾ. കോൺസെക്രേഷൻ നടത്തുമ്പോൾ ആ വ്യക്തി തൻ്റെ ജീവിതത്തെ ആർക്കാണോ കോൺസെക്രേറ്റ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് ദൈവത്തിന്, പരിശുദ്ധ അമ്മയ്ക്ക്, മാലാഖമാർക്ക്, ആ വ്യക്തി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവം കൂടുതലായി നമ്മിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. മറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു തിന്മയ്ക്ക് എന്നെ സമർപ്പിക്കുമ്പോൾ, ഒരു പിശാചിനാകാം, പണത്തിനാകാം, ജഡത്തിനാകാം, മറ്റുള്ള ലൗകിക വസ്തുക്കൾക്കാകുമ്പോൾ അതിനോട് കൂടുതൽ താല്പര്യമുണ്ടാകുന്നു. മത്തായിയുടെ സുവിശേഷം 6:21 നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. പ്രിയമുള്ളവരെ, എല്ലാ മതങ്ങളിലും കോൺസെക്രേഷൻ ഉണ്ട്, സമർപ്പണമുണ്ട്. ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിമുകളുടെ ഇടയിലും അവർ തങ്ങളെ തന്നെ അവരുടേതായ ദൈവത്തിന് സമർപ്പിക്കാറുണ്ട്. ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഉയരാവുന്ന ചില ചോദ്യങ്ങൾ ഞാൻ പറയുകയാണ്, അതിനുള്ള ഉത്തരവും ഞാൻ നൽകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയറായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്താണ് കോൺസെക്രേഷൻ ടു ദ ഹോളി ഗാർഡിയൻ ഏഞ്ചൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എന്താണ് പരിശുദ്ധ കാവൽമാലാഖയുടെ പ്രതിഷ്ഠ, അതായത് കോൺസെക്രേഷൻ ടു ദ ഗാർഡിയൻ ഏഞ്ചൽ? ആൻസർ: ഞാൻ എന്നെ തന്നെ സ്വതന്ത്ര മനസ്സോടെ, ബോധ്യത്തോടെ, ആഗ്രഹത്തോടെ പരിശുദ്ധ കാവൽമാലാഖയ്ക്ക് സമർപ്പിക്കുന്നു. അതൊരു ഉടമ്പടിയാണ്. ഇറ്റ് ഈസ് എ കവനന്റ്, ഒരു ബന്ധം സ്ഥാപിക്കലാണ്. കാവൽമാലാഖയുടെ പ്രതിഷ്ഠ എന്നാൽ യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ, മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ പോലെ കാവൽമാലാഖയോട് ചേർന്ന് അല്ലെങ്കിൽ യോജിച്ച് അല്ലെങ്കിൽ ആ സംസർഗത്തിലായിരുന്ന് ഇൻ കമ്മ്യൂണിയൻ വിത്ത് എ ഹോളി ഗാർഡിയൻ ഏഞ്ചൽ ജീവിക്കാൻ കൂടുതൽ ബോധപൂർവം ഒരുങ്ങി ചെയ്യുന്ന ഒരു ഭക്തി അഭ്യാസമാണ് കാവൽമാലാഖയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ:
കാവൽ മാലാഖയോടുള്ള പ്രതിഷ്ഠ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ: പരിശുദ്ധ കാവൽ മാലാഖയ്ക്ക് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതാണ്. കാവൽ മാലാഖയുടെ സംരക്ഷണവും സഹായവും നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി പരിശുദ്ധ കാവൽ മാലാഖ ഇടപെടാൻ ആക്റ്റീവായി തുടങ്ങുവാൻ ആരംഭിക്കും. ഇറ്റ് ഈസ് എ കവനൻ, ഒരു ഉടമ്പടിയാണ്. തേർഡ് ക്വസ്റ്റ്യൻ: എന്തുകൊണ്ടാണ് നാം കാവൽ മാലാഖയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടണം എന്ന് പറയുന്നത്? പരിശുദ്ധ കാവൽ മാലാഖയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്ന വ്യക്തികളെ പരിശുദ്ധ കാവൽ മാലാഖ കാത്തുകൊള്ളും, പ്രൊട്ടക്റ്റ് ചെയ്യും, ഗൈഡ് ചെയ്യും, ഇൻസ്പയർ ചെയ്യും, എൻലൈറ്റൻ ചെയ്യും. ഈശോയിലേക്ക്, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ സഹായിയായി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ദൈവകാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മാമോദിസയാണ് ഏറ്റവും അടിസ്ഥാന സമർപ്പണമെങ്കിൽ പിന്നെ എന്തിനാണ് ഈശോയോടുള്ള തിരുഹൃദയത്തോടുള്ള പ്രതിഷ്ഠ, പരിശുദ്ധ അമ്മയോടുള്ള വിമലഹൃദയ പ്രതിഷ്ഠ, കാവൽ മാലാഖയോടുള്ള സമർപ്പണം? അതിൻ്റെ പ്രസക്തി എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്? കോൺസെക്രേഷൻ ടു ദ ഹോളി ഗാർഡിയൻ ഏഞ്ചൽ. മാമോദീസായിലൂടെ നമ്മൾ നടത്തുന്ന സമർപ്പണമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. മറ്റുള്ള സമർപ്പണം അല്ലെങ്കിൽ പ്രതിഷ്ഠ, ആ സമർപ്പണത്തിൽ, അതായത് മാമോദീസിലൂടെ നടത്തിയ സമർപ്പണത്തിൽ കൂടുതൽ ആഴത്തിൽ ദൈവിക വരപ്രസാദങ്ങളിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നു. അത് തിരിച്ചറിവോടെ ബോധപൂർവം ദൈവിക പുണ്യങ്ങളിൽ, വിശ്വാസത്തിൽ, പ്രതീക്ഷയിൽ, സ്നേഹത്തിൽ വളരുവാനുള്ള പരിശ്രമമാണ്. മാമോദീസയുടെ സമയത്ത് നമ്മൾ ശിശുക്കളായിരുന്നു. നമുക്ക് വേണ്ടി ഗോഡ് പാരൻസ് ആണ് പ്രതിജ്ഞകൾ ചെയ്യുന്നത്. ഇപ്പോൾ തിരിച്ചറിവോടെ, ബോധ്യത്തോടെ നമ്മൾ നമ്മെ തന്നെ കാവൽ മാലാഖയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ മാമോദീസയിലൂടെ ലഭിച്ച ദൈവീവരങ്ങളിൽ വളരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് കാവൽ മാലാഖയോടുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-12 തിരുവചനങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മകൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഇപ്പം സഭ അനുവദിച്ചിട്ടുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഈ ലോക ജീവിത യാത്രയിൽ സാത്താനെതിരെ നമ്മൾ പടവെട്ടണം, സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ വിജയിക്കുവാൻ. അതുകൊണ്ട് ഇന്നിൻ്റെ ആവശ്യകതയാണ് കാവൽ മാലാഖയോടുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അതിന് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. കാരണം ദൈവം തന്നിരിക്കുന്ന ഒരു കൂട്ടുകാരനാണ്, ഒരു ബോഡി ഗാർഡാണ് ഈ ലോകത്തിൽ നമ്മളെ സംരക്ഷിക്കുവാൻ. അപ്പം അവനുമായിട്ടൊരു ഉടമ്പടി ചെയ്യുമ്പോൾ ആ കാവൽ മാലാഖ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് നമ്മളെ സഹായിക്കാൻ തുടങ്ങും. പരിശുദ്ധ കാവൽ മാലാഖയോടുള്ള പ്രതിഷ്ഠയുടെ ലക്ഷ്യം, പർപ്പസ്, ഗോൾ എന്താണ്? ആൻസർ: ടു ഗ്രോ ഇൻ ക്രിസ്ത്യൻ പെർഫെക്ഷൻ. ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് വളരുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ നമ്മെ സഹായിക്കുന്നു. പ്രിൻസിപ്പലി വൺസ് ഓൺ പേഴ്സണൽ സ്പിരിച്വൽ വെൽബീയിങ് ആൻഡ് ഗ്രോത്ത്. ആത്മീയതയിൽ വളരുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ, ദൈവിക പുണ്യങ്ങളിൽ വളരുവാനായിട്ട് ഈ പ്രതിഷ്ഠ നമ്മെ സഹായിക്കുന്നു. മാമോദീസയിലൂടെ ലഭിച്ച ദൈവിക വരപ്രസാദങ്ങളിൽ കൂടുതൽ ആഴത്തിൽ വളരുവാൻ കാവൽ മാലാഖയോടുള്ള പ്രതിഷ്ഠ നമ്മെ സഹായിക്കുന്നു. ഇപ്പം ലക്ഷ്യം എന്ന് പറയുന്നത്
വെറും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല, എനിക്കത് കിട്ടണം ഇത് കിട്ടണം. അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയ ജീവിതത്തിൽ വളരുവാൻ, ഈശോയിലേക്ക് വളരുവാൻ, എൻ്റെ ക്രിസ്തീയ ജീവിതം പരിപൂർണതയിലേക്ക് എത്തുവാനായിട്ട് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഹെവൻലി കമ്പാനിയനാണ്, സ്വർഗീയ കൂട്ടുകാരനാണ്, അനുഗാമിയാണ് നമ്മുടെ കാവൽ മാലാഖ എന്ന് പറയുന്നത്. ഈ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആത്മീയ ജീവിതത്തിൽ എന്നെ കൂടുതലായിട്ട് സഹായിക്കും എൻ്റെ കാവൽ മാലാഖ. അതോടൊപ്പം തന്നെ എൻ്റെ ഭൗതിക ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഗൈഡ് ചെയ്യും, ഇൻസ്പയർ ചെയ്യും, എൻലൈറ്റൻ ചെയ്യും. എൻ്റെ ജീവിതത്തിലെ സംരക്ഷണം ഏറ്റെടുക്കും, നേരായ വഴിയിലൂടെ നയിക്കും, നല്ല പ്രചോദനങ്ങൾ നൽകും. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാവൽ മാലാഖ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി നൽകും. നെക്സ്റ്റ്, പരിശുദ്ധ കാവൽ മാലാഖയുള്ള പ്രതിഷ്ഠയുടെ ഫലങ്ങൾ, ഫ്രൂട്ട്സ് എന്തൊക്കെയാണ്? പരിശുദ്ധ കാവൽ മാലാഖയ്ക്ക് നമ്മെ പ്രതിഷ്ഠിച്ചാൽ ഈശോ നമ്മിൽ നിറയുന്ന അനുഭവമുണ്ടാകും. കാവൽ മാലാഖ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആക്റ്റീവായി ഇടപെടാൻ തുടങ്ങും. നമ്മെ സംരക്ഷിക്കുവാനും സ്വർഗീയ യാത്രയിൽ ആത്മീയ വഴിയിലൂടെ നിർദ്ദേശങ്ങൾ നൽകി വഴികാട്ടിയായി ഇടയനായിട്ട് നമ്മോടൊപ്പം കൂടുതൽ അടുത്ത് സഞ്ചരിക്കുന്നു. കാവൽ മാലാഖയോടുള്ള പ്രതിഷ്ഠ, കോൺസെക്രേഷൻ നടത്തുമ്പോൾ അതൊരു കവനൻ്റാണ്, ഉടമ്പടിയാണ്. അതുകൊണ്ട് കാവൽ മാലാഖയുമായി പേഴ്സണൽ റിലേഷൻഷിപ്പ് സാധ്യമാകുന്നു. ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠയും പരിശുദ്ധ അമ്മയുടെ ഉമലഹൃദയ പ്രതിഷ്ഠയും വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ പോലെയുള്ള ഒരു പ്രതിഷ്ഠയാണ് കാവൽ മാലാഖയോടുള്ള പ്രതിഷ്ഠയും. അതുകൊണ്ട് ഒരുക്കത്തോടെ, ബോധ്യത്തോടെ, ആഗ്രഹത്തോടെ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാവൽ മാലാഖയോടുള്ള പ്രതിഷ്ഠ, കോൺസെക്രേഷൻ തിരുസഭ അംഗീകരിച്ചിട്ടുണ്ടോ? ഇംപ്രിമാത്തുണ്ടോ? കാവൽ മാലാഖയോടുള്ള ഭക്തി സഭയിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ നിന്നും നമുക്കിത് വ്യക്തമാണ്. On May 31st, 2000, the Congregation for the Doctrine of the Faith approved consecration to the Holy Guardian Angel. റോമിലെ വിശ്വാസ തിരുസംഘം 2000 പരിശുദ്ധ കാവൽ മാലാഖയുടെ പ്രതിഷ്ഠ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതാണ്. സഭയുടെ ആശീർവാദവുമുണ്ട്. അതിൻ്റെ സ്റ്റാച്യൂസ് 2008 റോമിൽ നിന്ന് അംഗീകരിച്ചിട്ടുള്ളതാണ്. നിയമാവലികൾ 2008 നവംബർ 7 the statues of the work of the holy angels approved by the Holy See. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ കാവൽ മാലാഖയോടുള്ള പ്രതിഷ്ഠ സഭയുടെ അംഗീകാരത്തോടുകൂടി, പരിശുദ്ധ പിതാവിൻ്റെ ആശീർവാദത്തോടുകൂടി ചെയ്യുന്ന ഒരു ഭക്ത അഭ്യാസമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അംഗീകാരമുള്ളതാണ്. ആരാണ് പരിശുദ്ധ കാവൽ മാലാഖമാർക്ക് ഒരുക്കമായിട്ടുള്ള പ്രതിഷ്ഠയ്ക്ക് മുൻകൈയെടുത്ത് അല്ലെങ്കിൽ പ്രൊമോട്ട്, ഗൈഡ് ചെയ്യുന്നത്? ഓർഡർ ഓഫ് ദ ഹോളി ക്രോസ് അല്ലെങ്കിൽ വിശുദ്ധ കുരിശിൻ്റെ സന്യാസ സമൂഹമാണ് ഇതിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി വിശുദ്ധ കുരിശിൻ്റെ സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾ സേവനം ചെയ്യുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള അംഗങ്ങൾ മാലാഖമാരോടുള്ള പ്രതിഷ്ഠ ചെയ്ത് മാലാഖമാരുടെ തിരുസംഘത്തിലെ വർക്ക് ഓഫ് ദ ഹോളി ഏഞ്ചൽസിലെ സമൂഹത്തിലെ അംഗങ്ങളാണ്. വിശുദ്ധ കുരിശിൻ്റെ സന്യാസ സഭയുടെ ഒരു പ്രധാനപ്പെട്ട കരീസമാണ് അല്ലെങ്കിൽ ഒരു ദൗത്യമാണ് മാലാഖമാരോടുള്ള ഭക്തി പ്രചരിപ്പിക്കുക, ഡിവോഷൻ ടു ദ ഹോളി ഏഞ്ചൽസ്.